നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വിക്രം, വേദയും മൈക്കിളച്ചനും ഗീവർഗീസും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷിനെ കാണാനായിട്ട് ബംഗ്ലാവിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സന്തോഷിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അച്ഛന്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രത്തിനും വേദയ്ക്കും ആഗ്രഹമുണ്ട്. ശ്രീലക്ഷ്മിയെ സന്തോഷിനെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സന്തോഷ് പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ലച്ചോ, അച്ഛൻ അറിയത്തില്ലാത്തോണ്ടാ അവളുടെ വീട്ടുകാരെ കുറിച്ച്, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. എനിക്കറിയാം, വിക്രം പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അല്ല, വിക്രം തന്നെ ഇതിന് മുന്നിട്ടിറങ്ങാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ സന്തോഷ് പേടിക്കണമെന്ന് ചോദിച്ചു. സന്തോഷ് പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് പേടിയില്ലച്ചോ, എനിക്ക് പേടി അവളെക്കുറിച്ച് ഓർത്താ, കാരണം അവളുടെ ജീവന് തന്നെ ആപത്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതൊന്നും ഓർത്ത് സന്തോഷ് പേടിക്കൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. സന്തോഷിന് സമ്മതം ഉണ്ടായാൽ മാത്രം മതി. സന്തോഷിന് സമ്മതമാണെന്ന് അറിഞ്ഞാൽ മതി ശ്രീലക്ഷ്മിയെ കൂട്ടാനായിട്ട്, ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ആ സമയം സന്തോഷം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അന്നും അതെ ഇന്നും അതെ, അവളോടൊപ്പം ഒരു ജീവിതം മോഹിച്ച അന്ന് ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയത്. പക്ഷേ എങ്കിൽ ആ താലി അത് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ അന്നും വിക്രത്തോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ആ ഒരു ദിവസം താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധം അറ്റുപോയില്ലെന്ന്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാനും വിക്രവും. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാവുമെന്ന് വിചാരിച്ചല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾ അകന്നു പോയതാ, വീണ്ടും ഞങ്ങൾ ഒന്നായില്ലേ. ഇപ്പോഴും ശ്രീലക്ഷ്മി സന്തോഷിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സന്തോഷിൻ്റെ ജീവിതത്തിലേക്ക് ശ്രീലക്ഷ്മി വരും. അത് ഞാനാണ് വാക്ക് തരുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം സന്തോഷ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, കടപ്പാടിൻ്റെ കാര്യമൊന്നുമില്ല, ശരിക്കും ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്. നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വേദ വന്നേ. അത് മാത്രമല്ല, ഞാനല്ലേ തെറ്റുകാരന്, അന്ന് ആ താലി വലിച്ചു പൊട്ടിക്കാൻ പറഞ്ഞ് ഞാനല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒരു പക്ഷെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയേണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൈക്കിളച്ചൻ പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനിരിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞു പോയതാ, ഇനി നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അച്ചോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശ്രീലക്ഷ്മിയെ സന്തോഷിനെ ഞാൻ ഒന്നിപ്പിച്ചോളാം, ഞാനായിട്ട് വേർപ്പെടുത്തിയ ബന്ധമല്ലേ, അത് ഞാനായിട്ട് കൂട്ടിയണിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഗീവർഗീസ് ചോദിച്ചു, അല്ല അതിന് വേണ്ടിയിട്ട് വിക്രം എന്താ ചെയ്യാൻ പോന്നേ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ഞാൻ വന്നാൽ പോരേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല വിക്രം, വിക്രത്തിന് അറിയാലോ, ഈ പറയുന്ന പിള്ള എന്ന് പറഞ്ഞാൽ ആരാന്നുള്ള കാര്യം അറിയാലോ. എനിക്കറിയാം, ശ്രീനിവാസൻ്റെ വലങ്കൈയായിരുന്നു പിള്ള, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിള്ള സാറിനെ കുറിച്ച് കൂടുതലൊന്നും സന്തോഷ് പറയണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ ഇതിന് ഞാൻ മുന്നിട്ടിറങ്ങുന്നേ. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ സന്തോഷിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. സന്തോഷിനെ കണ്ണു നിറഞ്ഞു പോയി. സന്തോഷ് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ കാത്തിരിക്കുന്ന പോലും അവൾക്ക് വേണ്ടിയിട്ടാണ്, എന്നെങ്കിലും ഒരിക്കൽ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഞാൻ മരിക്കാതെ ഇപ്പോഴും ഇരിക്കുന്നത്. മരണത്തിന് മുഖത്തുനിന്ന് എത്രയോ വട്ടം ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവം ചിലപ്പം ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ടായിരിക്കും വിക്രം വേദ ഇങ്ങോട്ടേക്ക് വന്നതും സന്തോഷിനെ കാണാൻ ഇടയായതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് സന്തോഷിൻ്റെ തൻ്റെ മനസ്സിലുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സൂക്ഷിച്ച് വേണം, കാരണം അച്ഛനും വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയാലോ, ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ സമയത്ത് മുമ്പത്തെ പ്ലാന്റേഷൻ മാനേജർ ജോബി, അയാൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വേദയും വിക്രവും കാരണമാണ് താൻ നാണം കിട്ടിയിരിക്കുന്നത്. തൻ്റെ ജോലിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു പക്ഷേ ജോലി പോയേക്കാം. ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അതിനു മുമ്പ് അവർക്കിട്ടൊരു പണി കൊടുക്കണം, ആ വേദയ്ക്കിട്ടും വിക്രത്തിനിട്ടും. പിന്നീട് SIയെ പോയി കാണുന്നുണ്ട്. SIയെ പോയി കണ്ട് SIയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ വേദയും വിക്രവും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഒരു കാരണവശാലും അവരെ വെറുതെ വിടല്ല. അത് കേട്ടപ്പോൾ SI പറഞ്ഞു, അവരിപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും വകുപ്പുകളൊന്നുമില്ല. പക്ഷേ തൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അറിയാലോ,
തൊഴിലാളികൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നു. അവരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മോളിൽ നിന്ന് പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. താൻ അതുപോലെയല്ലേ ഇത്രയും കാലം തൊഴിലാളികളോട് ചെയ്തുകൊണ്ടിരുന്നേ? അവരുടെ പണം അത് ശരിക്കും പറഞ്ഞാൽ മോഷ്ടിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. ജോബി പറഞ്ഞു, അത് പിന്നെ സാറേ താൻ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാ. ജോബി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ടാ? തൊഴിലാളികൾ ആരും തനിക്കെതിരെ തിരിയാതിരുന്ന ഭാഗ്യം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവർ കംപ്ലൈൻ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി പരിഹരിച്ച രീതിയിലല്ലേ തന്നെ അവിടുന്ന് മാറ്റുകയും ചെയ്തല്ലോ. ആ സ്ഥാനത്ത് വേറൊരാൾ വരികയും ചെയ്തു. ആ സമയം ജോബി പറഞ്ഞു, സാറേ എനിക്കിട്ട് പണി തന്ന അവരാണെങ്കിൽ അവർക്കിട്ട് ഞാൻ തിരിച്ചു പണി കൊടുക്കും. അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള സത്യം എനിക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അത് കണ്ടെത്തണം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ സാർ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ആരെങ്കിലും കൊന്നിട്ടൊക്കെയാണ് വന്നേക്കുന്നെങ്കിൽ. എസ് ഐ പറഞ്ഞു, അങ്ങനെയാണ് താനത് കണ്ടെത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ജോബിക്ക് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ശരി, തന്നെ കൊണ്ട് പറ്റാവുന്ന രീതി താൻ കണ്ടെത്താനൊക്കെ പറഞ്ഞു. എസ് ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജോബി ഒരു കാര്യം തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് എടുക്കണം. അവരെവിടെ എന്താണെന്നൊക്കെ അറിയണം. ഒരു പക്ഷേ ഗീവർഗീസിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചേക്കും. അയാളല്ലേ അവരിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ നയത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയേക്കാം എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്, ജോബിയുടെ മനസ്സിൽ. ആ സമയത്ത് വിക്രം വീട്ടിലേക്ക് വന്നു. പിന്നീട് വേദയോട് പറഞ്ഞു, ഞാനെന്നാൽ പോയിട്ട് വരാം, കാരണം വിക്രത്തിന് പോകണം. ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കണം. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേദ ഫുൾ സപ്പോർട്ടും കൊടുത്തു. അങ്ങനെ രാത്രി വിക്രം പോകാനായിട്ട് റെഡിയാകുവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഗീവർഗീസും മൈക്കിളച്ചനും കൂടി ചേർന്നിട്ടായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്ത് വിക്രം ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വേദയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ്, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം, അറിയാലോ അനിയും കൂട്ടനെ നോക്കണം. അതൊന്നും ഓർത്ത് വിക്രം പേടിക്കണ്ട. ഗീവർഗീസേണ്ണും മേരി ചേച്ചി മൈക്കിളച്ചനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് വിക്രം ഇറങ്ങുവാണ്. ആദ്യം വിക്രം വീട്ടിലേക്കാണ് പോയത്. കാരണം അച്ഛനും അമ്മയും കാണണം, സേഫാന്നുള്ള കാര്യങ്ങളെ അറിയിക്കണം. ഒരു വിവരം വിക്രത്തെക്കുറിച്ചും വേദയെക്കുറിച്ചും അവർക്കുണ്ടായിരുന്നില്ല. ഒരു ഫോൺ വിളിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ട്രേസ് ചെയ്ത് ചിലപ്പോൾ കണ്ടുപിടിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അവരുടെ നമ്പറിലേക്ക് പരിചയമില്ലാത്ത ഏത് നമ്പർ എന്നാലും അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ CI അങ്ങനെ ഒരുത്തനാണല്ലോ. പാചകത്തിന് സമയത്താണ് വിക്രം വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ചെന്ന് കഥയെ മുട്ടി കാത്തിരിക്കുമ്പോഴത്തേനും മാഷാണ് വന്ന് കഥ തുറക്കുന്നത്. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് സന്തോഷമായി. അപ്പോഴേക്കും കമലെ ശ്രീജി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് മാഷ് പറഞ്ഞു, മോനെ നീയോ വാട കയറി വാന്നൊക്കെ പറയാണ്. എന്തിയടാ ഭേദ വന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അല്ല നിനക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? ഭേദയ്ക്കും കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. കമല ഓടി വന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ മോനെ എത്ര ദിവസമായിടാ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിക്രത്തോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. വിക്രം പറഞ്ഞു, എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, അറിയാലോ. എവിടെ വെച്ചാ ശത്രുക്കൾ പിടികൂടുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ വകയിലേൽ പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണം വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. പക്ഷേ കമലയ്ക്ക് വിഷമമായിരുന്നു. വേദയും കൂടെ കാണാൻ പറ്റില്ലല്ലോ. വേദയെ കണ്ട് കുറേ ദിവസമായി. വേദ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ആപത്തും വരില്ല എന്ന് മാഷ ഇടയ്ക്കിടയ്ക്ക് കമലയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാലും തൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ഒരു സംശയത്തോടു കൂടി നോക്കുവാണ്. ഇവനോ? വേദയെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അല്ല വിക്രം വേദ എന്തേന്ന് ചോദിച്ചു. വേദ വന്നില്ല എന്ന് പറയണം. ഓ, അപ്പം നിങ്ങളിപ്പോൾ ഒടുവില എവിടെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം വിക്രത്തിനറിയാം നന്ദിനിയുടെ വായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബുവായ ഒരു കൊടാലി പോലെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. എന്തേലും മനസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ കൊട്ടി ഘോഷിക്കുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിക്രം കൂടുതലായിട്ടൊന്നും നന്ദിനിയോടൊന്നും പറയാനും പോയില്ല. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് രാത്രി തന്നെ വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ സന്തോഷിന് വേണ്ടി ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒടുവിലെ വിക്രം അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. സന്തോഷിന് വേണ്ടിയിട്ട് വിക്രം ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരും. അവരെ രണ്ടുപേരും ഒന്നാക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.